ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ തന്നെ എല്ലാം കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സിന്റെയും സമ്പത്തിന്റെയും കവർച്ച നാം ജനിക്കുന്ന ദിവസം മുതൽ ആരംഭിക്കും. എല്ലാം ഇല്ലാതാകുന്ന ഒരു ദിവസം വരും. അന്ന് ജീവിതത്തിന്റെ മറ്റൊരധ്യായം ആരംഭിക്കാൻ ജീവസത്തയ്ക്ക് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കണം. അങ്ങനെ ഇന്ദ്രിയാസ്വാദനത്തിന്റെ മറ്റൊരു ചക്രം ആരംഭിക്കുകയായി. പ്രഹ്ലാദ് മഹാരാജാവ് ഇതിനെ പുനഃശ്ചർവിത ചർവാണ് എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ഭൗതിക ജീവിതം എന്നാൽ ചവച്ചത് വീണ്ടും ചവയ്ക്കുക എന്നാണ് അർത്ഥം. ഇന്ദ്രിയാസ്വാദനമാണ് ഭൗതിക ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. ജീവസത്ത വിഭിന്ന ശരീരങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ഇന്ദ്രിയാസ്വാദനം നടത്തി ജീവിക്കുകയും ആസ്വാദനത്തിലുള്ള വിപുലങ്ങളായ സൗകര്യങ്ങൾ സൃഷ്ടിച്ച് ചർവിത ചർവണം നടത്തുകയും ചെയ്യുന്നു. നാം കരിമ്പ് പല്ലുപയോഗിച്ച് ചവച്ചാലും യന്ത്രം ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്താലും ലഭിക്കുന്നത് കരിമ്പിൻ നേര് തന്നെയാണ്. കരിമ്പിൽ നിന്ന് നേരെടുക്കാൻ നമുക്ക് പല മാർഗങ്ങൾ ഉപയോഗിക്കാമെങ്കിലും കിട്ടുന്ന ഫലം ഒന്ന്